Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ല നാടൻ മുട്ടത്തോരനാണ്. മുട്ടത്തോരൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് അല്ലേ? നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മൾ ചോറിൻ്റെ കൂടെ കൊണ്ടുവന്നൊരു മെയിൻ സൈഡ് ഡിഷാണ് മുട്ടത്തോരൻ. അപ്പോൾ നമുക്ക് ഇന്ന് ഈസി ആൻഡ് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മുട്ടത്തോരൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങളൊരു ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ മുട്ടത്തോരൻ തയ്യാറാക്കാൻ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ട് ഒരു വറ്റൽമുളക് 2ആയി മുറിച്ചിട്ട് കൊടുക്കാം. അതോടൊപ്പം ഒരു കൊത്ത് കരിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലോട്ട് നമ്മുടെ സവോള ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി 2 മീഡിയം സൈസുള്ള പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വരണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇനി നമുക്കിതിലോട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് ഇപ്പോൾ എടുക്കുന്നത്. മുട്ടത്തോരനിൽ ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കണം എന്നാണെങ്കിൽ ഒരു മുട്ടയുടെ മാത്രം മഞ്ഞ എടുക്കുക, ബാക്കി എഗ് വൈറ്റ് മാത്രം എടുക്കുക. അപ്പോൾ നമ്മൾ മുട്ടയുടെ എണ്ണം കൂട്ടേണ്ടി വരും. ഇനി നമുക്കിതിലോട്ട് ഉപ്പാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഇപ്പം 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ന്യൂട്രീഷൻ, ഡയറ്റ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഇഷ്ടമാണെങ്കിൽ ഹോൾസം ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇൻഫോ കാർഡിലും കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മുട്ടയെ. അപ്പോൾ നമ്മുടെ മുട്ട ഇനി കുറച്ചും കൂടെ വേവാനുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേങ്ങയും ബാക്കി പൊടികളും ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അരച്ച് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ മുട്ട ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങയും ബാക്കി പൊടികളും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റും കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല കളറായിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മുടെ മുട്ടത്തോര റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി, ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മുട്ടത്തോര റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ ഓയിൽ യൂസ് ചെയ്യുവാണെങ്കിൽ ടേസ്റ്റ് കൂടും. പക്ഷേ നമ്മുടെ ടേസ്റ്റ് മാത്രമല്ല, നമുക്ക് ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇതിൽ എണ്ണയുടെ അളവ് കുറയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ എഗ് വൈറ്റും അതിൻ്റെ മഞ്ഞ എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഫാറ്റ് കുറയ്ക്കണമെങ്കിൽ മഞ്ഞയുടെ അളവ് കുറയ്ക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്രിയപ്പെട്ടവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ, ബൈ.